ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്നത്തെ ടോപ്പിക് വരുന്നത് മോഡൽ ഡിപ്ലോയ്മെന്റ് വിത്ത് സ്ട്രീംലൈറ്റ് ഓർ ഫാസ്റ്റ് എ പി ആണ്. സോ എന്താണ് മോഡൽ ഡിപ്ലോയ്മെന്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളൊരു ML മോഡലിനെ അല്ലെങ്കിൽ AI മോഡലിനെ ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ അത് യൂസേഴ്സിലേക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ ഒരു റിയൽ വേൾഡ് എൻവയോൺമെന്റിലേക്ക് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു പബ്ലിഷ്മെന്റ് പ്രോസസ്സിനെയാണ് മോഡൽ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ML മോഡലിനെ റിലേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ട്രെയിനിങ് ടൈമും ഒരു ഡിപ്ലോയ്മെന്റ് ടൈമും ഉണ്ട്. ട്രെയിനിങ് ടൈമിൽ നമ്മൾ ഡാറ്റാസ് യൂസ് ചെയ്ത് ആ ഒരു ML മോഡലിനെ ലേൺ ചെയ്യിക്കുന്നു. ദെൻ ഡിപ്ലോയ്മെന്റ് ടൈമിൽ ML മോഡല് ഡാറ്റ റിയൽ ഡാറ്റാസിന്റെ ബേസിൽ അതിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് അതിന്റെ ബേസിൽ നമുക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി മോഡൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് 2 ways ആണുള്ളത്. ഫസ്റ്റ് വേ ഈസ് സ്ട്രീംലൈറ്റ് ആൻഡ് സെക്കൻഡ് വേ എന്ന് പറയുന്നത് ഫാസ്റ്റ് API ആണ്. സോ സ്ട്രീംലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു മെഷീൻ ലേണിംഗ് വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ്ഡ് പൈത്തൺ ഫ്രെയിംവർക്കാണ് സ്ട്രീംലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം സ്ട്രീംലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മെഷീൻ ലേണിംഗ് മോഡൽസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് റിയൽ ടൈം പ്രഡിക്ഷൻസ് ആപ്പൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി എങ്ങനെയാണ് ഒരു മെഷീൻ ലേണിംഗ് മോഡലിൽ സ്ട്രീംലൈറ്റ് വർക്ക് ആകുന്നുണ്ടെങ്കിൽ ഇതൊരു പൈത്തൺ സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഒരു ആപ്പ് റൺ ചെയ്യുന്ന സമയത്ത് പൈത്തൺ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആവും. ദെൻ ഈ എക്സിക്യൂട്ട് ആയതിനെ സ്ട്രീംലൈറ്റ് ഒരു വെബ് പേജ് ആയിട്ട് റെൻഡർ ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി സ്ട്രീംലൈറ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് വെരി ഈസി ടു യൂസ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫ്യൂ ലൈൻസ് ഓഫ് കോഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വെബ് ആപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് യൂസർ ഇൻ്റർഫേസിൽ ആവശ്യമായിട്ടുള്ള ബട്ടൺസ്, അതുപോലെ ഫയൽ അപ്ലോഡിങ്സ്, സ്ലൈഡ്, ടെക്സ്റ്റ് ബോക്സ് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ യൂസർ ഇൻ്റർഫേസിലേക്ക് സ്ട്രീംലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ വിഷ്വലൈസേഷൻ സപ്പോർട്ട് വെരി ഹൈ ആണ്. ആൻഡ് നമുക്കിപ്പം സ്ട്രീംലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെബ് ഡെവലപ്മെൻറ്റ് സ്കിൽ ഇല്ലാതെ തന്നെ ഒരു ഫുള്ളി ഫങ്ഷണൽ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇതാണ് മെയിൻലി സ്ട്രീംലൈറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും സ്ട്രീംലൈറ്റിന് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പ്രഡിക്ഷൻ ലെവൽ സ്കാലബിലിറ്റി കുറച്ച് കുറവാണ്. അതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട് ആൻഡ് യൂസർ ഇൻ്റർഫേസസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ആൻഡ് ലാർജ് ആപ്സിലൊക്കെ ഫുൾ ബാക്ക് ആൻഡ് ലോജിക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. സോ ഇതൊക്കെയാണ് സ്ട്രീംലൈറ്റിൻ്റെ മെയിൻ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വേ ആയിരുന്നു മോഡൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് വേ ആയിരുന്നു ഫാസ്റ്റ് API എന്ന് പറഞ്ഞാൽ. ഫാസ്റ്റ് API എന്ന് പറയുന്നത് ഒരു പൈത്തൺ ഫ്രെയിംവർക്കാണ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുള്ള ML മോഡൽസിനെ ഒരു ബാക്ക് ആൻഡ് API ആയിട്ട് ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു യൂസർ ഒരു ഡാറ്റ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് API മോഡലിലേക്ക് ആ റിക്വസ്റ്റിനെ സെൻഡ് ചെയ്യും. ആൻഡ് മോഡൽ അതിൻ്റെ റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യും. ദെൻ അത് ഫാസ്റ്റ് API യൂസേഴ്സിലേക്ക് റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യും. സോ ഇതിനാണ് മെയിൻലി ഫാസ്റ്റ് API ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഫാസ്റ്റ് APIയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് എക്സ്ട്രീംലി ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആണ്. ആൻഡ് അതേപോലെ ഇപ്പം നമുക്ക് ML മോഡൽസും ഫ്രണ്ട് എൻഡ്സും ഒക്കെ ഈസി ആയിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഫാസ്റ്റ് APIൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഇപ്പം ഫ്രണ്ട് ആൻഡ് യൂസർ ഇൻ്റർഫേസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യേണ്ടി വരും. അതേപോലെ ഡിപ്ലോയ്മെൻറ്റ് സെറ്റപ്പ് ഒക്കെ കുറച്ച് കോൺഫിഗറേഷൻസ് വേണ്ടി വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡൽ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ways ആണ് സ്ട്രീംലൈറ്റ് ആൻഡ് ഫാസ്റ്റ് API എന്ന് പറയുന്നത്. സ്ട്രീംലൈറ്റ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് യൂസർ ഇൻ്റർഫേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫാസ്റ്റ് API എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് APIs, അതായത് ട്രെയിൻ ചെയ്തിട്ടുള്ള മോഡൽസിന് ബാക്ക് API ആയിട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.